ലക്ഷ്മി എസ്റ്റേറ്റിൽ നല്ല അടിപൊളി യാത്രയൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ആനക്കുളത്ത് എത്തിയിട്ടുണ്ട്. അവിടെ റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അല്ലേ ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഒരു മനുഷ്യനില്ല കേട്ടോ. ഞങ്ങൾ മറ്റേ ആപ്പ് നോക്കിയപ്പോൾ ആന ഉണ്ടെന്നാണ് കാണിക്കണത്. നൈസായിട്ട് ഞങ്ങൾ ഇറങ്ങിയേക്കാണ്. ആന ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. ആപ്പ് ശരിയാണെങ്കിൽ സംഭവം ആപ്പ് വർക്കിംഗ് ആണ്, അല്ലെന്നുണ്ടെങ്കിൽ വർക്കിംഗ് അല്ല. അപ്പോൾ ഒരു മനുഷ്യൻ ഇട്ട് ഇവിടെ ഒന്നും കാണാൻ കേട്ടാ, ഒരു മനുഷ്യനും ഇല്ല. അവിടെ ചേട്ടരിക്കണ്ടല്ലോ, ഒരു ചേട്ടരിക്കണ്ടല്ലോ അവിടെ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നല്ല കോടുണ്ട് കേട്ടോ അവിടെയൊക്കെ. നമ്മളീ നേരെ കാണുന്നതാണ്, ഇതേ കാണുന്ന ജംഗ്ഷൻ ഉണ്ടല്ലോ, തൊട്ടടുത്താണ്. അവിടെയാണ് ആനക്കുളം. ആനക്കുളത്തുള്ള ഒരു സ്റ്റേ ആണ് ഈ കാണുന്നത്. അപ്പോൾ സ്റ്റേയുടെ ഉള്ളിലുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാൻ്റെ ഒന്നും ആവശ്യമില്ല. ഇവിടെ ബെഡുണ്ട്, ഇവിടെ രണ്ടുപേർക്ക് കിടക്കാം. പിന്നെ ഒരു ചെറിയ കിച്ചൺ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ ലൈറ്റ് കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കിച്ചണും കാര്യങ്ങളുണ്ട്. അതിന് ഇവിടെ ഉള്ളിൽ വേറെ റൂമുണ്ട്. ഇവിടെ രണ്ടുപേർക്ക് കിടക്കാം. ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ കർട്ടണൊക്കെ മാറ്റിയിടാം. ഇവിടെ അടുത്ത് തന്നെ ഒരു റോഡുണ്ട്. കുറച്ചുള്ളൂ, ഇവിടെ നിന്ന് ഒരു 100 മീറ്ററും കൂടി ഇല്ല. 100 മീറ്റർ, ഒരു 50 മീറ്റർ ഉണ്ടാവും. അത്ര നടന്നാൽ തന്നെ നമ്മുടെ ആനക്കുളമാണ്. പിന്നെ ബാത്റൂമുണ്ട്. ബാത്റൂമിൽ ഇപ്പോൾ ആളുണ്ട്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. സെറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതായത് ആനക്കുളത്ത് ആന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ടെലിഗ്രാമിലൊരു ആപ്പുണ്ട്. അത് മിക്കവർക്കും അറിയുമോയെന്നറിയില്ല, കാണിച്ചു തരാം. ഇതുണ്ടോ, ഇങ്ങനൊരു ആപ്പുണ്ട്. മിക്കവർക്കും അറിയണ കാര്യമായിരിക്കും. ആനക്കുളം എലിഫൻറ്റ് ഒരു മാങ്കുളം എന്ന് പറഞ്ഞ് അടിച്ചാൽ നോക്കിയാൽ മതി. നമ്മൾ ടെലിഗ്രാം എടുത്തിട്ട് സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ സെർച്ച് ചെയ്യുക, എന്നിട്ട് നമ്മളിത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ഇതേപോലെ ഒരു ബോട്ടാണ്, ചാറ്റ് ബോട്ടാണ്. അങ്ങനെ ഈ ചാറ്റ് ബോട്ടിൽ നമ്മൾ എൻ്റർ ആയതിന് ശേഷം NOWA കണ്ട, N മാത്രം ക്യാപിറ്റൽ OWA അങ്ങനെ അടിക്കുക. അങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതേപ്പം കാണിച്ചു തരാം. NOWA എന്നിട്ട് നമ്മളിത് സെൻഡ് കൊടുക്കുക. അയ്യോ സോറി, മാറിപ്പോയി. അയ്യോ, ഇത് മലയാളത് ഓണായോണ്ടേ. NOWA എന്നിട്ട് നമ്മളിത് സെർച്ച് കൊടുക്കുക. നമ്മൾ സെർച്ച് കൊടുക്കുമ്പോൾ അത് കണ്ടാൽ ഒരു ഫോട്ടോ വരും. അപ്പോൾ ആ ഫോട്ടോ നമ്മൾ എടുത്ത് നോക്കുക. ഇത് കണ്ട, ഇതിലെടുത്ത് നോക്കുമ്പോൾ ഇതിൽ ആന ഉണ്ടോയെന്ന് അറിയാൻ പറ്റും ഈ സമയത്ത്. ഇപ്പോൾ ലൈവായിട്ടുള്ള ഫോട്ടോ ആണത്. അപ്പോൾ ആനക്കുളത്തൊക്കെ നമ്മൾ ഒരുപാട് ദൂരത്തു നിന്നൊക്കെ വരുന്നവരുണ്ടെങ്കിൽ നമുക്ക് ആന ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ നിന്ന് വിഷമിച്ച് പോകേണ്ടി വരും. അല്ലെങ്കിൽ ആന ഇല്ല, ആ ടൈമിൽ ആന ഉണ്ടോയെന്നൊക്കെ അറിയാനേ. പിന്നെ അതല്ല, ഇവിടെ എടുത്തിടെങ്കിൽ ഇതേപോലെ സ്റ്റേ ഒക്കെ എടുത്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നട്ട പാതിരാത്രി ആണെന്നുണ്ടെങ്കിലും നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും.
ഇന്നലെ രാത്രി ഞങ്ങൾ നോക്കിയായിരുന്നു. ഇന്നലെ ഏകദേശം 9:45 ആന ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ എൻ്റെ കൂട്ടുകാരുണ്ടായിരുന്നു, അവന് ആന ആവില്ല എന്ന് വിചാരിച്ചിട്ട് പോയില്ല. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെറിയ ചെറിയ ആനേനെ പോലത്തെ സാധനം കണ്ടു. അപ്പോൾ ഞങ്ങൾ പോയി നോക്കിയപ്പോൾ അത് മ്ലാവായിരുന്നു. അപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഭയങ്കര ഒരു സഹായകരമാകുന്ന ഒരു ആപ്പാണ് കേട്ടോ, ഈ ഒരു ആനക്കുളം എലിഫൻറ്റ് ആപ്പല്ല, ഒരു ചാറ്റ് ബോട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ അധികം വീഡിയോസൊന്നും ഇതിൻ്റെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ വിചാരിച്ചത് കറക്റ്റ് ആവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇത് ഭയങ്കര ആക്യുറേറ്റ് ആണ് കേട്ടോ. അവിടെ ലൈവിൻ്റെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഒരു ഫോറസ്റ്റ് ഓഫീസർ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോൾ, ഞങ്ങൾ 11 മണിക്ക് പിന്നെയും ചെന്ന്, അപ്പോൾ അവിടെ മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ ആ ഓഫീസറുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് കറക്റ്റാണെന്ന്. ആ ഒരു ഇതിൽ കാണിക്കുന്നത്, ചാറ്റ് ബോട്ടിൽ കാണിക്കുന്നത് കറക്റ്റാണ് അത്രയും. നമ്മൾ ഈ കാണുന്നത് ആനക്കുളത്ത് തന്നെയുള്ള ഒരു ചെറിയ ചെക്ക് ഡാമാണ്. ചെക്ക് ഡാമും കഴിഞ്ഞ് ഞങ്ങൾ മുകളിലേക്കൊന്ന് കയറി നോക്കി. പക്ഷെ അങ്ങോട്ടേക്ക് ഫോറസ്റ്റ് ആണെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് നിന്നില്ല. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്തൊരു വീടുണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് ആരോടെങ്കിലും വഴി ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെയാണെന്നുണ്ടെങ്കിൽ ആരും എഴുന്നേറ്റിട്ടില്ല. നോക്കുമ്പോൾ അതൊരു സ്റ്റേ ആയിരുന്നു. രാവിലെ ഭക്ഷണം വാങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും കാഴ്ചകളും കൂടി കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. പക്ഷേ പോകുന്ന വഴിയിൽ ഒരുപാട് വെള്ളച്ചാട്ടവും കോടയൊക്കെ നിറഞ്ഞു നിൽക്കണമൊക്കെ കണ്ടു. ആനക്കുളത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഹോട്ടലുണ്ട്. നല്ല അടിപൊളി പൊറോട്ടയും അതുപോലെ തന്നെ മുട്ടക്കറിയും ഞങ്ങൾ മേടിച്ചു. ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫോൺ നമ്പർ ഒന്ന് നോട്ട് ചെയ്തേക്കാം. ആനക്കുളത്തിൻ്റെ തൊട്ടടുത്താണ് ഈ ഒരു സ്റ്റേ ഉള്ളത്. പിന്നീട് ഞങ്ങൾ നേരെ കോതമംഗലത്തേക്കുള്ള യാത്രയിൽ കണ്ട പുഴകളും മറ്റുള്ള കാഴ്ചകളൊക്കെയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ കയറിയിട്ട് ഇപ്പോൾ നേരെ കോതമംഗലം പിടിക്കാനായിട്ട് നോക്കുമ്പോൾ വളരെ വെള്ളച്ചാട്ടം എത്തുന്നതിന് മുമ്പുള്ള ഒരു കാഴ്ചയാണിത്. ദേ ഈ കാണുന്നതാണ് മഴക്കാലത്തെ വാളറ വെള്ളച്ചാട്ടം. ദേ ഈ കാണുന്ന മുതൽ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്ന ചീയപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ മഴക്കാല കാഴ്ചയാണിത്. അങ്ങനെ മൂന്നാറിൻ്റെ കവാടമെന്നറിയപ്പെടുന്ന നേര്യമംഗലം പാലവും കടന്ന് നേരെ വീട്ടിലേക്കുള്ള യാത്രയാണ്. നേര്യമംഗലം പാലത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് നോക്കി എന്തോരം കോടയാണെന്ന്. ഇതിൽ ഒട്ടുമിക്ക കാഴ്ചകളും നമുക്ക് മഴക്കാലത്ത് മാത്രമേ ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ.
ആലുവയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാമലക്കണ്ടം വഴി നമ്മൾ മൂന്നാർ, വട്ടവട അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് പിന്നീട് മൂന്നാറിലേക്ക് തന്നെ തിരിച്ചു വന്ന് അവിടെ നിന്ന് ലക്ഷ്മി എസ്റ്റേറ്റ് വഴി മാങ്കുളം, ആനക്കുളം, എന്നിട്ട് ആനക്കുളത്ത് ഒരു സ്റ്റേയും പാസ്സാക്കി പിന്നീടാണ് അടിമാലി ടച്ച് ചെയ്യാണ്ട് കോതമംഗലം വഴി നേരെ ആലുവയിലേക്ക് ഞങ്ങൾ യാത്ര നടത്തിയത്. ഈ കുഞ്ഞു യാത്രാ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു യാത്രാ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കാം. ടാറ്റ, ബൈ ബൈ.